കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും. SFI മുന്നോട്ട് വെക്കുന്ന ഈ സമരത്തോടുള്ള പിന്തുണ, SFI മുന്നോട്ട് വെക്കുന്ന സമരത്തിന്റെ കാരണത്തോട് ഐക്യപ്പെടലിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. അതായത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഗവർണർ നേതൃത്വം നൽകി നടപ്പിലാക്കുന്ന സംഘപരിവാർ വൽക്കരണം എന്ന ആശങ്ക കോൺഗ്രസിനോ കോൺഗ്രസിന്റെ യുവജന സംഘടനയ്ക്കോ വിദ്യാർത്ഥി സംഘടനയ്ക്കോ ഉണ്ടോ? 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. വിജയ, ഞാനൊരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ ഏറ്റെടുക്കും. അതോ ഈ സമരവും പ്രതിഷേധവും അതിന്റെ രീതിയും മാത്രമാണോ ഈ പറയുന്ന ഐക്യപ്പെടലുള്ളത്? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നത്. മധു, അതിലൊരു സംശയമില്ല. SFI നടത്തുന്ന സമരത്തോടൊപ്പം ഞങ്ങളില്ല. വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണ് അതിന്റെയൊക്കെ സായുധ വിപ്ലവം? ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടോ? ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാവോ? അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ, മേലാങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. ഇന്നുകൊണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിഡ്ഢിയാണോ. അതെന്നെ അറിഞ്ഞതാ നീ ഒരു പമ്പരവിട്ടിയാണെന്ന്. ആളിതുവരെ കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ആർഷോ അറിഞ്ഞില്ലേ? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ VC-യെ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശുപാർശ പ്രകാരം ഗവർണർ നിയമിച്ചത്. അന്ന് ഞങ്ങൾ എതിർത്തില്ലേ? അന്ന് SFI അറിഞ്ഞില്ലേ ഈ വിഷയം? അറിയാഞ്ഞിട്ടല്ല അല്ലേ? ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ VC-ആയി വന്നതിന് ശേഷം ബെഞ്ച് ഓഫ് തോട്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പഠിക്കാൻ വെച്ചത് അത് RSSന്റെ ചിന്താധാരയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അന്ന് ആർഷോ എവിടെയായിരുന്നു? SFI എവിടെയായിരുന്നു? അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടായില്ലേ? അന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ RSS ഏജന്റ് ആണെന്ന്? അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അപ്പോ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ RSS ഏജന്റ് ആണെന്ന് പറഞ്ഞു വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. കേരളം ഇതുപോലെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാർ നമ്മുടെ നാട്ടുകാരും വെറും മണ്ടന്മാരല്ലടാ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അധികാര സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ ആ സ്ഥാനത്തിനനുസരിച്ച് പ്രതികരിക്കണമെന്ന്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് ഇൻവെർട്ടഡ് കോമയിൽ പറഞ്ഞ പരിപാടിക്ക് അത് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമായിരുന്നോ? ഇത്തരമൊരു അധപ്പതനം വരുന്നത് മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥത. ഇതിഹാസം തീർന്നേതാ പിണറായി സഖാവ് രാജ. ഇതിഹാസം തീർന്നേതാ പിണറായി സഖാവ് രാജ. ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയേണ്ട കാര്യമായിരുന്നോ? സ്വന്തം പോലീസ് കൊലപാതക കുറ്റത്തിന് വധശ്രമ കേസിന് കേസെടുത്ത് DYFIക്കാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിടുമ്പോഴും തുടർന്നും അത് നടത്താമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി അത് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ഉന്നത നേതാവിന് ചേർന്ന കാര്യമായിരുന്നോ? അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.